നാടകം ലാസ്റ്റ് മെസ്സേജ് ഓർ ഫസ്റ്റ് മെസ്സേജ്. അതെ, ആ മീൻകുട്ടികളല്ലേ ആ വരുന്നത്. എന്തിനാ തവളക്കുട്ടന്മാരെ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ ഓടുന്നത്? ഞങ്ങളും നിങ്ങളുടെ കൂട്ടുകാരല്ലേ? അത് പിന്നെ അല്ല, നിങ്ങൾക്ക് കരയിൽ പോയി ശുദ്ധമായി ശ്വസിച്ചൂടെ? നിങ്ങൾ ഞങ്ങളെപ്പോലെ അല്ലല്ലോ. നിങ്ങൾ കരയിലും വെള്ളത്തിലും ജീവിക്കാലോ. പുഴയിൽ മാലിന്യങ്ങൾ നിറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല. ഈ മനുഷ്യരെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ശ്വാസം മുട്ടുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് നല്ലൊരു നാൾ ഇനിയും വരും. ഈ മാലിന്യങ്ങൾ നമുക്ക് മനുഷ്യരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിക്കണം. അതെന്താ മല പോലെ ഒഴുകി വരുന്നത്? നന്നായി തിളങ്ങുന്നുണ്ട്. തവളക്കുട്ടന്മാരെ, അതിനടിയിലൊന്നു പോയി പെടല്ലേ. ഇത് മലയൊന്നുമല്ല, ഇത് നമ്മുടെ ആമച്ചാരല്ലേ. എന്താ ആമച്ചാരെ, നിങ്ങളുടെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക്കുകളാണല്ലോ, എന്താ ഇങ്ങനെ? കൂട്ടുകാരെ, ഈ പുഴയിലെ അവസാനത്തെ ആമയാണ് ഞാൻ. ഈ പുഴയിലെ പ്ലാസ്റ്റിക്കിന്റെ അടിയിൽപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അമ്മമാരും കുടുംബവും ഒക്കെ മരണപ്പെട്ടു. ഈ പ്ലാസ്റ്റിക്കിന്റെ അടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കാനാണ് എന്റെയും യോഗം. മണ്ട, നണ്ടുകളെല്ലാം സ്ഥലം വിട്ടു. പിന്നെ വെറുതെ കൂ എന്ന് കൂവുമ്പോൾ ഒരു സുഖം. എന്നാ പിന്നെ എല്ലാരും കൂയിക്കോ. ഹേയ് ദേശാടനക്കാരെ, ഇവിടെ നിന്നൊന്നും കൊത്തി തിന്നല്ലേ. മുഴുവൻ പ്ലാസ്റ്റിക്കാ, ദഹിക്കില്ല. പ്ലാസ്റ്റിക് തിന്നാ വയറ് വീർത്ത് ചാകും. വെള്ളം കുടിച്ചാലോ കുഴഞ്ഞു വീണ് മരിക്കും. അതെന്താ അങ്ങനെ? എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരാറുണ്ടല്ലോ. അന്നൊക്കെ നല്ല ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ഇതെന്തു പറ്റി? എന്ത് പറ്റാനാ?
ആർത്തിമൂത്ത മനുഷ്യരുടെ നീച പ്രവൃത്തികൾ കാരണം ഈ പുഴയും കരയും എല്ലാ മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് വേഗം പറന്ന് രക്ഷപ്പെട്ടോ. ചിന്നു, ചിന്നുമോനെ, ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? ഒരു സ്ഥലത്തും തിരിഞ്ഞിട്ട് അവനെ കാണുന്നില്ലല്ലോ. അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചതാണോ? മീൻ തിന്നാൻ വന്നതായിരിക്കും പൂച്ച സന്യാസികൾ. നിർത്ത്, കളിയാക്കാതെ. ഞങ്ങൾ ഞങ്ങളുടെ ചിന്നുമായി തിരക്കി ഇറങ്ങിയതാ. അവൻ ഇന്നലെ പാതിരാത്രിക്ക് വീട് വിട്ടിറങ്ങിയതാ. എന്നിട്ട് ഇതുവരെ കണ്ടില്ലേ? എന്നാൽ നമുക്ക് ഒരുമിച്ച് തിരയാം. ആ, അതാ വരുന്നു ഞങ്ങളുടെ ചിന്നുമോൻ. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഫോണിൽ കളിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. നമ്മളിതാ പുഴയുടെ അടുത്തെത്തി. വേഗം ഫോട്ടോ എടുത്ത് വേഗം അപ്ലോഡ് ചെയ്യേ. ഡൺ. എന്തായിരിക്കും അടുത്ത മെസ്സേജ്? ഈ ഉയർന്ന പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടാനാണെങ്കിലോ? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. എന്തു പറഞ്ഞാലും അത് ചെയ്തിരിക്കണം. കുട്ടികൾ തീർത്തും അവരുടെ വലയിൽ അകപ്പെട്ടിരിക്കുന്നു. നമുക്ക് മുള്ളിനെ കൊണ്ട് തന്നെ മുള്ളെടുപ്പിക്കണം. നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കണം. അവർക്കുള്ള അവസാനത്തെ ടാസ്ക് ഞാൻ പറയാം. അറ്റൻഷൻ. യെസ് സാർ. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടൂ. നിങ്ങൾക്കുള്ള നിധി ആ തിളങ്ങുന്ന മലയ്ക്കുള്ളിലാണുള്ളത്. അതെല്ലാം ഓരോന്നായി വലിച്ചു പുറത്തിടൂ. എന്നിട്ട് അതിനുള്ളിലുള്ള നിധി കണ്ടെത്തൂ. യെസ് സാർ. വേഗം എല്ലാം വലിച്ചു പുറത്തിട്. വേഗം വേഗം. എടാ, അടുത്ത മെസ്സേജ് വന്നു. നിങ്ങൾക്കുള്ള അവസാനത്തെ ടാസ്ക്. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ പോയി നിങ്ങളുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും വിളിച്ച് അരമണിക്കൂർ കൊണ്ട് ഈ പുഴയുടെ തീരത്തെത്തണം. യെസ് സാർ. എല്ലാവരും ഉടൻ പുഴയിലേക്ക് ചാടൂ. പുഴയിലെ മാലിന്യങ്ങൾ എല്ലാം പുറത്തേക്ക് എടുത്തിടൂ. ഡൺ സാർ. എല്ലാം പുറത്തെത്തിച്ചു. നിങ്ങൾ നിങ്ങളുടെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിധി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്ത് രസം ഇപ്പോൾ നീന്താൻ. ഇനി ഞാൻ 100 കൊല്ലം ജീവിക്കും. എനിക്ക് സന്തോഷായി. നിങ്ങൾ എത്ര നല്ല കുട്ടികളാ.